ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ റൂമിൽ ആക്കിയതിനു ശേഷം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എല്ലാവരും ബാലേന്ദ്രനെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടൂടെ? എന്തിനാണ് ബാലേന്ദ്രൻ അവളെ ചേർത്ത് പിടിക്കുന്നത്? എന്തിനാണ് മകളുടെ സ്ഥാനത്തേക്ക് അവളെ ഏറ്റെടുത്തത്? അതിനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ സമയം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ മകളാക്കിയത്. ഞാൻ എന്ന പുരുഷൻ ഉണ്ടാക്കിയതല്ല. അവളെ ഏതോ ഒരു വഞ്ചകിയായ സ്ത്രീക്കുണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ മകളല്ല എങ്കിലും ഞാൻ അവളെ അത്രത്തോളം എൻ്റെ മകളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം റൂമിൽ അലീന ആകെ ടെൻഷനിലാണ്. ബാലേന്ദ്രൻ്റെ സ്വന്തം മക്കളെക്കാൾ ഏറെ ബാലേന്ദ്രനെ ഇപ്പോൾ അലീനയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ താഴെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ടെൻഷനിലാണ് അലീന റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് ശിവൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് അലീനയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ ഭാര്യയ്ക്കോ നിൻ്റെ മക്കൾക്കോ പോലും ഇത് ഇഷ്ടമല്ല. പിന്നെ അവരെക്കാൾ മേലെയാണോ അലീന എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. ആ സമയം രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ സമാധാനവും സന്തോഷവുമാണ് വലുത് എന്നാണ്. അല്ലാതെ അച്ഛനെ ഒരു പ്രാധാന്യം രോഹിത്ത് കൊടുക്കുന്നില്ല. അതുപോലെ വീണ്ടും സംസാരങ്ങൾ തുടരുന്നുണ്ട്. രാജീവൻ ബാലേന്ദ്രനോട് അലീനയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ കാരണം നോക്കിയൊന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയം രാജീവൻ തിരിച്ചടിക്കാൻ ചെല്ലുമ്പോൾ ശിവൻ തടയാനും ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇതൊന്നും പ്രതീക്ഷിക്കാത്തതായിരുന്നു വൈജയന്തി. അതുപോലെ അവിടെ കൂടി നിന്നവരെല്ലാം ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ എല്ലാവരോടും തുറന്നു പറയുന്നുണ്ട്, ഇനി ബാലേന്ദ്രൻ്റെ ഏകാധിപത്യ ഭരണമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. കാരണം ഇതുവരെ വൈജയന്തി ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതങ്ങ് നടക്കട്ടെ, കുടുംബകലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ന് ബാലേന്ദ്രൻ വിചാരിക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല എന്ന് ബാലേന്ദ്രൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒന്നുകൂടി പറയുന്നുണ്ട്, ഇനി അലീനയുടെ പേരും പറഞ്ഞ് കൊലപ്പള്ളിയിൽ നിന്ന് ഒരെണ്ണം എൻ്റെ വീട്ടിനകത്ത് കാലുകുത്തിപ്പോകരുതെന്ന് എന്ന് പറയുന്നുണ്ട്. വലിയ പടയൊക്കെയായിട്ട് വന്ന് ഇപ്പം വിജയിക്കാമെന്ന് കരുതിയായിരുന്നു വൈജയന്തിക്ക്. ഇത് മുഖത്തടിയേറ്റ പോലെയായി. ആകെ വിഷമിച്ച് നാണം കെട്ട് നിൽക്കുകയാണ് വൈജയന്തി. കാരണം ബാലേന്ദ്രൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മനസ്സിൽ വൈജയന്തിക്ക് 1% പോലും സ്ഥാനമില്ല എന്നറിയുന്ന നിമിഷം കൂടിയായിരുന്നു വൈജയന്തിക്കത്. ബാലേന്ദ്രൻ തിരിച്ചു റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അലീനയ്ക്ക് ജീവൻ വീഴുന്നത്. അത്രയും വിഷമത്തിലായിരുന്നു അലീന ബാലേന്ദ്രനെ കാണുന്നത്. ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനും ആ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്.